ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വൈക ദൈവവിശ്വാസം. അധ്യായം 8 പാർട്ട് ബി, ദൈവസ്നേഹം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കഥ അവതരിപ്പിക്കുന്നു. കാണാതെ പോയ ആടിനെ തേടിപ്പോകുന്ന ഇടയനെ പോലെ, നഷ്ടപ്പെട്ട നാണയം തേടുന്ന വിധവയെ പോലെ അപ്പൻ മകനെ കാത്തിരിക്കും. മകൻ അപ്പനെ മറക്കുവാൻ ശ്രമിച്ചപ്പോഴും മകനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ക്ഷമിക്കുന്ന പിതാവ് ആണ് ദൈവം. ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. പരിധിയില്ലാത്ത സ്നേഹം. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തുവെന്നതിൽ സ്നേഹമടങ്ങിയിരിക്കുന്നു. ഈശോ ഇന്ന് ഈ ലോകത്തിൽ പിതാവിന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യമാണ്. ഈശോ മനുഷ്യരെ സ്നേഹിച്ചു. പിതാവ് സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിച്ചു. അവിടുന്ന് എല്ലാവരെയും ശ്രദ്ധിച്ചു. എല്ലാവർക്കും അവിടുത്തെ ക്ഷമയും സഹായവും വാഗ്ദാനം ചെയ്തു. നിന്ദിതരെയും സമൂഹം പുറന്തള്ളിയവരെയും അവിടുന്ന് സ്നേഹിച്ചു. യോഹന്നാൻ 15:9, ലൂക്ക 5:32, 7:36 മുതൽ 50 വരെയുള്ള വചനങ്ങൾ, യോഹന്നാൻ 8:1 മുതൽ 11 വരെയുള്ള വചനം. സ്നേഹിച്ചവരെയെല്ലാം സ്നേഹം പങ്കിടാൻ ക്ഷണിച്ചു. സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു. അവസാനം വരെ സ്നേഹിച്ചു. വിമർശകരിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഒരിക്കലും കുറവ് വരാത്ത നന്മ കൊടുത്തു. സ്നേഹത്തിന്റെ പൂർണ്ണത ഹൃദയത്തിന്റെ ഐക്യത്തിലാണ്. ഈശോയുടേത് പരിപൂർണ ദാനമായി തീർന്ന സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം 2 ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോകും. 1 കുരിശ്, 2 പരിശുദ്ധ കുർബാന. കുരിശ്. അവിടുന്ന് സഹിക്കണമെന്ന് പിതാവ് നിശ്ചയിച്ചു. തന്റെ സഹനത്തിലൂടെ പിതാവിനോടും മനുഷ്യരോടുമുള്ള തന്റെ സ്നേഹം വെളിപ്പെടുത്തി. ഈ സഹനം പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ നിറവേറ്റി. അവിടുന്ന് എല്ലാം ദൈവത്തിനും മനുഷ്യർക്കുമായി അർപ്പിച്ചു. കുരിശിനെ സ്നേഹത്തിന്റെ നിർണായക അടയാളമാണ്. കുരിശിൽ വിശ്വാസത്തോടെ നോക്കുന്നവർക്ക് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കും. യോഹന്നാൻ 15:13, ലൂക്ക 9:22, 23:46. 2 പരിശുദ്ധ കുർബാന. ആത്മദാനത്തിന്റെ പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാന. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്ന് പറഞ്ഞ് ഈശോ അന്ത്യത്താഴത്തിൽ തന്റെ ശരീരവും രക്തവും മനുഷ്യർക്ക് ഭക്ഷണവും പാനീയവുമായി നൽകി. സ്വർഗം പോലെ, ദൈവം പോലെ അളവില്ലാത്ത സ്നേഹമാണ് വിശുദ്ധ കുർബാന. യോഹന്നാൻ 6:35. ക്രിസ്തീയ സ്നേഹം. ദൈവത്തെയും സഹോദരരെയും സ്നേഹിക്കുക എന്ന കൽപ്പന ഈശോ പഠിപ്പിച്ചു. അവിടുത്തെ പ്രബോധനത്തിന്റെ മുഴുവൻ സാരാംശമാണിത്. നിയമത്തിന്റെ പരമപ്രധാനമായ കൽപ്പനയും ഇതാണ്. നിത്യജീവൻ ലഭിക്കുവാൻ ഈ കൽപ്പന വേണം. നിയമവും പ്രവാചകന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ ദഹന ബലികളെക്കാളും ശ്രേഷ്ഠമാണ് ഈ കൽപ്പന. മർക്കോസ് 12:33, മത്തായി 22:36, ലൂക്ക 10:25. സ്നേഹിക്കുക ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ ബന്ധങ്ങളിലൂടെ ദൈവം സ്നേഹിക്കുന്നു. സ്നേഹിക്കുകയും ആത്മദാനമായി തീരുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവമക്കളാകുക. ക്രിസ്തീയ സ്നേഹം ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു. മനുഷ്യൻ അതിൽ പങ്കുപറ്റുന്നുവെന്നേയുള്ളൂ. അത് മനുഷ്യനെ നവീകരിക്കുന്നു, വളർത്തുന്നു, ദൈവത്തിങ്കിലേക്ക് സംവഹിക്കും. സ്നേഹത്തിലൂടെ മനുഷ്യൻ ദൈവത്തിന്റെ കുടുംബാംഗമായി തീരുന്നു. ക്രിസ്ത്യാനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസ്നേഹമാണ് ചലിപ്പിക്കുന്നത്. അവന്റെ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും സ്നേഹം നയിക്കും. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെ സ്നേഹത്തിന്റെ അവതാരമായി തീരണം. ദൈവത്തെ അങ്ങോട്ട് സ്നേഹിക്കുക മനുഷ്യന്റെ കടമയും ആനന്ദവുമാണ്. നിയമജ്ഞനോട് ഈശോ ഉത്തരമരുളി. മത്തായി 22:37 മുതൽ 40 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നു, ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുക. 2ാം കൽപ്പനയുടെ അർത്ഥമാണ് ഒന്നാമത്തേത്. അവ തുല്യമാണ്. ദൈവസ്നേഹം ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്, ദൈവസ്നേഹവും പരസ്നേഹവും. ദൈവത്തെ സ്നേഹിക്കാതെ മനുഷ്യനെ സ്നേഹിക്കാനാവില്ല. സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനാവില്ല. യോഹന്നാൻ 4:20-21. സഹോദര സ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് കരുതരുത്. സഹോദരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൈവരുന്നത്. ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന ക്രിസ്ത്യാനി ദൈവിക ജീവനിൽ
പങ്കുചേരുന്നു. അവിടെ ഒരാളുടെ കാര്യം മറ്റാളുകളുടെയും കാര്യമായി തീരുന്നു. സഹോദരനോടുള്ള സ്നേഹം ദൈവസ്നേഹത്തിന്റെ പ്രകാശനമായി തീരുന്നു. സഹോദരനെ ദൈവം നമുക്ക് അയൽക്കാരനാക്കി തീർക്കുന്നു. അയൽക്കാരനോടുള്ള സ്നേഹം നമ്മിലെ ദൈവ സാന്നിധ്യത്തെ ഉണർത്തുകയും അവിടുത്തെ കാണപ്പെടുന്നവനാക്കുകയും ചെയ്യും. ആരെങ്കിലും ദൈവപിതാവിനെ പൂർണ്ണമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. ക്രിസ്തു ദൈവപിതാവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചത് തന്നെ തന്നെ മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടാണ്. മനുഷ്യർക്ക് ബലിയായിക്കൊണ്ട് അവിടുന്ന് പിതാവിനോടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നടത്തും. ക്രിസ്തുവിന്റെ ജീവിത മാതൃകയിലൂടെയുള്ള ഈ പ്രബോധനമാണ് ക്രിസ്ത്യാനിയുടെയും മാർഗം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കടപ്പാടുണ്ട്. സഹോദര സ്നേഹം വഴി ഈ കടപ്പാട് നമുക്ക് നിർവഹിക്കുവാൻ കഴിയും. അതാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കും. സ്നേഹത്തിന്റെ സാർവലൗകികത. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ നല്ല സമറായന്റെ ഉപമ പറഞ്ഞുകൊടുത്തു. ഇതിലൂടെ യഹൂദന്മാർ ഏറ്റവും അകലെ നിർത്തിയിരുന്ന ആളുകളുമായി അയൽക്കാരനെ അവിടുന്ന് താതാമ്യപ്പെടുത്തി. ദൈവത്തിന് മനുഷ്യരുടെ നേർക്കുള്ള സ്നേഹം സാർവത്രികമായതുപോലെ ക്രിസ്ത്യാനിക്ക് സഹോദരനോടുള്ള സ്നേഹവും സാർവത്രികമായിരിക്കണം. സഹോദര സ്നേഹം ഒരുവന്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല നിലകൊള്ളേണ്ടത്. മത്തായി 5:45. ദൈവം എല്ലാവരെയും മക്കളായി സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. മത്തായി 23:9. സ്നേഹത്തിലൂടെ മനുഷ്യരെല്ലാവരും വ്യത്യാസങ്ങളെ അതിജീവിച്ച് ഒന്നായിത്തീരുന്നു. ബാഹ്യമായ എല്ലാ വ്യത്യാസങ്ങളെയും സ്നേഹം അപ്രധാനമാക്കും. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം പൂർണ്ണമാക്കുക എന്നതാണ് സ്നേഹത്തിന്റെ ലക്ഷ്യം. സ്നേഹത്തിന് തൊടാനാവാത്ത ശത്രുവില്ല. എല്ലാവരും ദൈവമക്കളാണ്. വിളിയിൽ സ്നേഹം ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരും സ്നേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കും. യോഹന്നാന്റെ ലിഖിതങ്ങൾ. യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് തളരാതെ എഴുതി. കാരണം യേശുവിനോടൊപ്പവും അടുത്തും ഏറെ യേശുവിനെ യോഹന്നാൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ആത്മീയ അനുഭവത്തിലൂടെ ദൈവം സ്നേഹമാകുന്നുവെന്ന് നിർവചിക്കുവാൻ യോഹന്നാന് കഴിയും. സ്നേഹമില്ലാതെ ഒരുവന് ദൈവത്തെ അറിയുവാൻ വയ്യ. ഈശോയുടെ പുതിയ കൽപ്പന സ്നേഹത്തിന്റെ കൽപ്പനയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഈശോ സ്നേഹിച്ചതുപോലെ നിസ്വാർത്ഥമായും പരിപൂർണമായും സ്നേഹിച്ചേ പറ്റൂ. 1 യോഹന്നാൻ 4:8, യോഹന്നാൻ 13:34, 15, 12, 13, 17. സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തെ നയിക്കുന്ന തത്വം. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിച്ചാൽ മാത്രമേ ഒരുവന് പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയൂ. ഇതാണ് യോഹന്നാന്റെ ലേഖനത്തിലെ വലിയ പ്രബോധനത്തിന്റെ ഉള്ളടക്കം. ദൈവമാണ് സ്നേഹത്തിന്റെ ഉറവിടം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിന്റെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ നമുക്ക് ജീവൻ നൽകി. സ്നേഹം എന്നാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നതിലല്ല, ദൈവത്താൽ നാം സ്നേഹിക്കപ്പെടുന്ന അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്ന് സഹോദരനെ സ്നേഹിക്കുവാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ക്രിസ്തീയ സ്നേഹത്തിന്റെ പരിപൂർണത സഹോദര സ്നേഹം കൊണ്ടാണ് അളന്നു നോക്കേണ്ടത്. അദൃശ്യനായ ദൈവത്തെ സ്നേഹം കൊണ്ട് ദൈവമക്കൾ ദൃശ്യനാകും. സ്നേഹം സഹോദരങ്ങളിൽ കൂടി കടന്ന് ദൈവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് അതിൻ്റെ ചംക്രമണം പൂർത്തിയാവുക. അയൽക്കാരനിലൂടെ സ്നേഹം നാം ദൈവത്തിന് തിരിച്ചു കൊടുക്കും. വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ. വിശുദ്ധ പൗലോസിന്റെ പ്രബോധനങ്ങളുടെ സാരാംശം ഇതാണ്: ക്രിസ്തു നിങ്ങളിൽ എന്ന മഹാരഹസ്യം. ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ടും വിശ്വാസത്തിൽ അവിടുത്തോടെ ഐക്യപ്പെട്ടുകൊണ്ടും ജീവിക്കുമ്പോൾ ഒരുവന് പറയാനാവും, ഇനി ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യർ 2:20, കൊളോസ്യർ 1:27. ഈ അനുഭവമാണ് ഒരുവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. സ്നേഹത്തിലൂടെ മാത്രമേ ക്രിസ്തുവിനോട് ഐക്യപ്പെടാനാവൂ. ക്രിസ്ത്യാനി വേരുറയ്ക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിലാണ്. എഫേസ്യർ 3:17. വിശുദ്ധ പൗലോസിന്റെ സ്നേഹഗീതം 1 കൊരിന്തോസ് 13 പ്രസിദ്ധമാണ്. 12-ാം അധ്യായത്തിൽ വരങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച ശേഷം ഉത്തമമായ മാർഗം അദ്ദേഹം കാണിച്ചു തരികയാണ്. സ്നേഹത്തിന്റെ ധന്യതയാണ് 13-ാം അധ്യായത്തിന്റെ മുഴുവൻ വിഷയം. 14-ാം അധ്യായം തുടങ്ങുന്നതും സ്നേഹത്തെ ലക്ഷ്യമാക്കുവാൻ ഉപദേശിച്ചുകൊണ്ടാണ്. വചനം 13: വരങ്ങളെല്ലാം തന്നെ സ്നേഹത്തിന് താഴെയാണ്. രക്തസാക്ഷിത്വം പോലും സ്നേഹത്തിന് താഴെയാണ്. സ്നേഹം കൂടാതെ വരങ്ങൾക്ക് സ്ഥാനമില്ല. എല്ലാ പുണ്യങ്ങളുടെയും മാതാവാണ് സ്നേഹം. സ്നേഹം എന്തൊക്കെ ഉപേക്ഷിക്കുമെന്നും എന്തൊക്കെ ചെയ്യുമെന്നും 13-ാം അധ്യായത്തിൽ നാം കാണുന്നു. വചനം 9-10. സ്നേഹിക്കുമ്പോൾ ദൈവികവും നിത്യവുമായ യാഥാർത്ഥ്യങ്ങൾ നമ്മിൽ ജീവിക്കുന്നു. സ്നേഹത്തിന്റെ വിജയമാണ് ജീവൻ. സ്നേഹിക്കുന്നവൻ കർത്താവിന്റെ ദാനത്തിന് യോഗ്യനായിത്തീരും. യഥാർത്ഥ ജ്ഞാനം സ്നേഹത്തിലൂടെ മാത്രം കിട്ടുന്നതാണ്.
സ്നേഹം മാത്രം നിലനിൽക്കും. ദൈവപുത്രന്റെ ഈ ലോക ജീവിതത്തിൽ സ്നേഹം ഏറ്റവും ശക്തവും പ്രകടവുമായി അത് അവിടുത്തെ ശിഷ്യന്മാരിലും വേണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ക്രിസ്ത്യാനികളിൽ സ്നേഹം ക്രിസ്തുവിന്റെ അടയാളമാണ്. നമ്മൾ സ്നേഹത്തിൽ പങ്കുചേരണം. നമ്മൾ സ്നേഹം എല്ലാവരിലേക്കും വ്യാപിപ്പിക്കണം. സഹോദര സ്നേഹത്തിന് സ്വയം അർപ്പിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളായി. സഹോദര സ്നേഹം പാലിക്കുക എന്നത് ദൈവം വിലമതിക്കുന്ന യഥാർത്ഥ മതവുമായിരിക്കും. ക്രിസ്തുവിന്റെ സഭ ഒരു സ്നേഹസമൂഹമാണ്, സ്നേഹസമൂഹവുമായിരിക്കും. സ്വജീവൻ പോലും ബലിയേകാൻ തയ്യാറാകുമ്പോഴാണ് ഒരുവൻ പൂർണ്ണതയുള്ള ക്രിസ്ത്യാനിയായി തീരുന്നത്. ദൈവവിളി. ബൈബിളിൽ ദൈവത്തിന്റെ വിളിയെ നാം ദർശിക്കുന്നത് ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക വ്യക്തികളെയോ സമൂഹത്തെയോ തിരഞ്ഞെടുക്കുകയും പ്രത്യേക ദൗത്യത്തിനായി അവരെ നിയോഗിക്കുകയും ചെയ്യും. ദൗത്യ ഭാരമേൽപ്പിക്കുവാനാണ് ദൈവം വിളിക്കുന്നത്. ആ ദൗത്യമാകട്ടെ ആത്യന്തികമായി ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുക എന്നതുമാണ്. ഒരു വിളിയുടെ സർവ്വ സവിശേഷതകളും ക്രിസ്തുവിൽ കാണാം. ക്രിസ്തുവിനെ അനുഗമിക്കൽ, ക്രിസ്തുവിനെ മാതൃകയാക്കുക മാത്രമല്ല, മിശിഹായുടെ ജീവിതത്തിലും സഹനത്തിലും രക്ഷയിലുമുള്ള ധീരമായ പങ്കാളിത്തവുമാണ്. ഓരോ വിളിയും മാനവകുലത്തിന്റെ രക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. പഴയ നിയമത്തിൽ പലരെയും ദൈവം വിളിക്കുന്നുണ്ട്. 1. മോശയെ ജ്വലിക്കുന്ന മുൾപടർപ്പിൽ നിന്ന് വിളിക്കുന്നു. പുറപ്പാട് 3:16. യേശയ്യായെ ദൈവത്തിന്റെ പ്രഭാപൂരം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിൽ നിന്ന് വിളിക്കുന്നു. യേശയ്യാ 6:8. ജെറമിയായും ദൈവവും തമ്മിൽ സംവാദം നടക്കുന്നു. ഇങ്ങനെ പഴയ നിയമത്തിലെ ഓരോ വിളിയിലും അവർക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട്. ഓരോ വിളിയിലും ദൈവത്തിന്റെ പ്രഭാവവും മഹത്വവും സ്പഷ്ടമാക്കുന്നു. എല്ലാത്തിലും പ്രാഥമികമായ പ്രചോദനവും മുൻകൈയെടുക്കലും പരിപൂർണമായും ദൈവത്തിന്റെ പക്കൽ നിന്ന് വരുന്നു. മനുഷ്യന്റെ വ്യക്തിപരമായ ഗുണങ്ങളോ ഔദാര്യമോ അല്ല പ്രധാന ഘടകം. പ്രത്യുത ദൈവത്തിന്റെ നിഗൂഢമായ തിരഞ്ഞെടുപ്പാണ് ഇവിടെ സംഭവിക്കുന്നത്. വിളിക്കപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിന്റെ വിളിയുടെ ഉൾപ്പൊരുൾ വ്യക്തമായും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച പ്രതികരണം നൽകുന്നതായി കാണാം. അബ്രാഹവും മോശയും യേശയ്യായും ജെറമിയായും ഏലിയായും സാമുവേലും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. വിളി ശ്രവിക്കുന്നവർക്ക് സാവധാനം അവിടുന്ന് ദൗത്യം വെളിപ്പെടുത്തി കൊടുക്കും. അവരെ ദൗത്യ നിർവഹണത്തിൽ ശക്തരാക്കുന്നു. വിളിക്കപ്പെടുന്നവരെ ദൈവം ഓരോ ദൗത്യം ഏൽപ്പിച്ച് അയക്കുന്നു. രക്ഷാകര പദ്ധതിയിൽ അവനുള്ള ദൗത്യം ദൈവം വ്യക്തമാക്കും. വെല്ലുവിളി അവന്റെ അസ്തിത്വത്തിന് തന്നെ മാറ്റം വരുത്തുക. ബാഹ്യമായും ആന്തരികമായും പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടും. ദൈവം മനുഷ്യനെ പേര് ചൊല്ലി വിളിക്കുന്നു, പുതിയ പേര് നൽകുന്നു. സ്വതന്ത്രമായ സമ്മതം ലഭിക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. മനുഷ്യൻ ചിലപ്പോൾ തന്റെ ബലഹീനതകളെ പെറുക്കി പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നു. അവസാനം അവൻ സ്വതന്ത്രമായി പ്രത്യുത്തരം നൽകുന്നു. ഉൽപ്പത്തി 15:1, പുറപ്പാട് 3:4, 11:10, ജെറമിയ 1:6, യേശയ്യാ 62:2. ഇവിടെയെല്ലാം ദൈവം നേരിട്ടോ ദൂതൻ വഴിയോ വ്യക്തമായി വിളിക്കുന്നു. എന്നാൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത രാജാക്കന്മാരുടെ കാര്യത്തിലോ പുരോഹിതന്മാരുടെ കാര്യത്തിലോ ഇങ്ങനെ ഒരു വിളി നമുക്ക് കാണാനാകില്ല. സാമുവേൽ പ്രവാചകനിലൂടെ സാവൂളിനെയും ദാവീദിനെയും തിരഞ്ഞെടുപ്പ് അറിയിക്കുന്നു. അഹ്റോനെ ദൈവം നേരിട്ട് വിളിച്ചു. അഹ്റോന്റെ പിൻതലമുറയെ വിളിക്കുമ്പോൾ വ്യക്തമായ വിളിയും ഉടമ്പടിയും പ്രത്യുത്തരവും കാണുന്നില്ല. ഇസ്രായേലിന്റെ വിളിയുടെയും തിരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ദൈവത്തിന്റെ പ്രത്യേക വിളിയുടെ എല്ലാ ഘടകങ്ങളും കാണാം. മോശയിലൂടെയാണ് അവരെ വിളിക്കുന്നതെന്ന് മാത്രം. സീനായി ഉടമ്പടിയും ജനത്തിന്റെ പ്രത്യുത്തരവും പ്രവാചകന്മാരിലൂടെയുള്ള ആഹ്വാനങ്ങളും ഇസ്രായേലിന്റെ വിളിയുടെ ഘടകമാണ്. മാനവകുലത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ വളരെ വലിയ ദൗത്യമാണ് ഇസ്രായേലിനെ ദൈവം ഭരമേൽപ്പിക്കുന്നത്. ആ ദൗത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനാണ് ദൈവം പ്രവാചകന്മാരെ വിളിച്ചത്. ഇസ്രായേലിന്റെ വിളി പുതിയ ഇസ്രായേലായ സഭയുടെ വിളിയുടെ മുന്നോടിയാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ വിളി. ദൈവം വിളിക്കുന്നത് ദൗത്യമേൽപ്പിക്കാനാണ്. മറ്റുള്ളവരെ വിളിച്ചതുപോലെ ക്രിസ്തുവിനെ വിളിക്കുന്നില്ല. വിളിയുടെ സവിശേഷതകളെല്ലാം ക്രിസ്തുവിൽ ഉൾച്ചേർന്നിരിക്കും. ക്രിസ്തുവിന് തന്റെ ദൗത്യം അറിയാം. പിതാവിന്റെ ഹിതം അനുവർത്തിക്കുന്ന ക്രിസ്തുവിനെ നാം കാണും. ജ്ഞാനസ്നാന വേളയിൽ പിതാവ് പുത്രനായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗം കാണും. മനുഷ്യരിൽ എന്ന പോലെ ക്രിസ്തുവിൽ ഒരു സമൂല പരിവർത്തനമേ ഇല്ല. ദൗത്യം അവിടുത്തേക്ക് അറിയാം. ഈ ദൗത്യം ദൈവം എന്ന നിലയ്ക്ക് അവിടുത്തെ ഉണ്മയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ക്രിസ്തുവിലൂടെയുള്ള വിളി. ക്രിസ്തു അനേകരെ വിളിക്കുന്നു. 12 പേരെ പ്രത്യേക വിധത്തിൽ തന്നെ അനുഗമിക്കുവാൻ അവിടുന്ന് വിളിച്ചു. വിളിച്ചവരെ അവിടുന്ന് ഒരുക്കി
പരിശീലനം നൽകി ദൗത്യവാഹകരായി അയച്ചു. ക്രിസ്തുവിനെ വിളിക്കുന്നതായി ഒരിടത്തും കാണുന്നില്ല. ക്രിസ്തുവിന്റെ പ്രസംഗവും ജീവിതവും ഒരു വിളിയായി. അവിടുന്ന് രക്ഷയിലേക്ക് നടന്നു വരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. സ്വർഗരാജ്യത്തിലേക്കുള്ള വിളി അനുകൂലമായോ പ്രതികൂലമായോ ഒരാൾക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിന്റെ വിളി തൽക്ഷണം സ്വീകരിച്ചവരാണ് ശിഷ്യന്മാർ. ശിഷ്യന്മാരുടെ വിളിക്ക് രക്ഷാകര പദ്ധതിയിൽ നിർണായക സ്ഥാനമുണ്ട്. കാരണം അവരിലാണ് അവിടുന്ന് പുതിയ ഇസ്രായേലായ സഭയ്ക്ക് അടിസ്ഥാനമിടുന്നത്. മത്തായി 4:18 മുതലുള്ള വചനങ്ങൾ, മർക്കോസ് 3:13, ലൂക്ക 6:12 മുതലുള്ള വചനം. സമാന്തര സുവിശേഷങ്ങളിലെ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഈശോ മുൻകൈയെടുത്ത് അന്വേഷിച്ചിറങ്ങി ശിഷ്യന്മാരെ വിളിക്കുന്നതായി കാണുന്നു. സാധാരണ ശിഷ്യന്മാർ ഗുരുവിനെ അന്വേഷിച്ചാണ് ഇറങ്ങുന്നത്. ഈശോ കടൽ തീരത്തുകൂടി പ്രസംഗിച്ചുകൊണ്ട് കടന്നുപോയപ്പോഴാണ് ശിഷ്യന്മാരെ വിളിക്കുന്നത്. എന്നെ അനുഗമിക്കും. ശിഷ്യന്മാരുടെ വിളിയെക്കുറിച്ച് മർക്കോസ് നൽകുന്ന വിവരണം ശ്രദ്ധേയമാണ്. മർക്കോസ് 1:16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത് ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയുടെ വിവിധ ഘടകങ്ങളാണ്: 1 തെരഞ്ഞെടുപ്പ്, 2 വിളി, 3 അനുധാവനം, 4 ചുമതലപ്പെടുത്തൽ, 5 തിടുക്കം. 1 തെരഞ്ഞെടുപ്പ്. ഗലീലിയ കടലിന് തീരത്തുകൂടി കടന്നു പോകുമ്പോൾ ശെമയോനും സഹോദരൻ അന്ത്രയോസും കടലിൽ വല വീശുന്നതായി കണ്ടു. അവിടുന്ന് അവരെ വിളിക്കുന്നു, എന്നെ അനുഗമിക്കും. അവർ ഉടനെ ക്രിസ്തുവിനെ അനുഗമിക്കും. കടന്നു പോകവേ ദൈവ തിരുമനസ്സിന്റെ നിർണായക തിരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് യാദൃച്ഛികമായി തോന്നാം. അത് ദൈവത്തിന്റെ അചഞ്ചല തീരുമാനമാണ്. ദൈവിക തീരുമാനം മനുഷ്യർക്ക് അഗ്രാഹ്യമാണ്. അവിടുന്ന് കണ്ടു. ദൈവത്തിന്റെ നോട്ടം തികച്ചും സൃഷ്ടിപരമാണ്. അത് നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ദൈവം എന്തായിരിക്കുന്നുവോ അതാക്കി തീർക്കുന്നു. ദൈവം ലോകത്തെ നന്നായി സൃഷ്ടിച്ചു. ദൈവത്തിന്റെ നോട്ടം രക്ഷാകരവും മുക്തിദായകവുമാണ്. മോറിയ മലയിൽ അബ്രാഹം ദൈവത്തിന്റെ പരീക്ഷണത്തിന് വിധേയനാകും. അബ്രാഹത്തിന് ഇവിടെ ദൈവ ദർശനവും അനുഭവവും ഉണ്ടായി. മോറിയ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം കണ്ടു എന്നാണ്. ഈശോ തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? വന്നു കാണുക. യോഹന്നാൻ 1:38-39. 2 വചനവും വിളിയും. വിളിക്കുന്ന ആളുടെ നോട്ടം പോലെ തന്നെ വാക്കും നിർണായകമാണ്. അതൊരു അവശ്യ ഘടകം തന്നെയാണ്. ദൈവവചനം ശക്തിമത്തും ഫലദായകവുമാണ്. അവിടുന്ന് വിളിച്ചു. ഏതെങ്കിലും പ്രത്യേക ദൗത്യം ചുമതലപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ ആഹ്വാനമാണ് ദൈവവിളി. ക്രിസ്തുവിന് അനുധാവനം ചെയ്യാനും ആവശ്യപ്പെടുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനും വേണ്ട ശക്തിയും ചൈതന്യവും സമ്പാദിക്കുക എന്നതാണ് ദൈവവിളി. 3 അനുധാവനം. ശിഷ്യന്മാർക്ക് ലഭിച്ച വിളി ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള വിളിയാണ്, ആഹ്വാനമാണ്. ഈശോയുടെ പിന്നാലെ പോകുവാൻ ശിഷ്യന്മാർ പലതും ഉപേക്ഷിക്കുന്നു. മർക്കോസ് 1:18, ലൂക്ക 9:6-5-11, മത്തായി 8:22. സ്വയം സമർപ്പിക്കുകയാണ് ശിഷ്യന്മാർ. മനസാന്തരവും സമർപ്പണവും ക്രിസ്തു ആവശ്യപ്പെടുന്നു. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. കലപ്പയിൽ കൈവച്ച ശേഷം പിന്തിരിയരുത്. ഈശോയ്ക്കും പ്രതിയോഗികളുണ്ടായിരുന്നു, ശിഷ്യന്മാർക്കും പ്രതിയോഗികളുണ്ടായിരിക്കും. മത്തായി 10:24-25, ലൂക്ക 6:40, യോഹന്നാൻ 13:16-15-20. ഈശോയുടെ ജീവിതത്തിലുള്ള ഒരു പൂർണ്ണ പങ്കുചേരൽ ശിഷ്യന്മാർക്ക് ആവശ്യമാണ്. ആയതിനാൽ ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അവിടുത്തെ മാതൃക മാത്രമല്ല, അവിടുത്തെ സഹനത്തിലും ജീവിതത്തിലും രക്ഷയിലുമുള്ള ധീരമായ പങ്കാളിത്തമാണ്. 4 ചുമതലപ്പെടുത്തൽ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മർക്കോസ് 3:14. ഈശോ 12 പേരെ വിളിക്കുന്നു. അവിടുന്ന് 12 പേരെ നിയോഗിച്ചു. ഓരോ വിളിയും പ്രത്യേകമായ ചുമതലപ്പെടുത്തലാണ്. അവിടുന്ന് മലയിൽ കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുക്കലേക്ക് വിളിച്ചു. അവർ അവിടുത്തെ അടുക്കൽ ചെന്നു. തന്നോടുകൂടി ആയിരിക്കേണ്ടതിനും പ്രസംഗിക്കുവാൻ അയക്കേണ്ടതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമുള്ള അധികാരം പ്രാപിക്കേണ്ടതിനുമായി അവിടുന്ന് 12 പേരെ നിയോഗിച്ചു. ഈശോ തന്റെ ഉത്ഥാനത്തിന് ശേഷം രക്ഷയുടെ സന്ദേശം അറിയിക്കുവാനായി പൂർണ്ണമായി അവരെ ചുമതലപ്പെടുത്തി. എല്ലാവരെയും ശിഷ്യപ്പെടുത്തി ജ്ഞാനസ്നാനം നൽകി. അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം ആചരിക്കുവാൻ പഠിപ്പിക്കുവാനും ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചു. മത്തായി 28:18-20 വരെ. 5 തിടുക്കം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ. ദൈവത്തിന്റെ വിളി ആധികാരികവും ആജ്ഞാപരവും അടിയന്തരവും. വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ കാലവിളംബം ഉണ്ടാവരുത്. വിളിക്കപ്പെട്ട വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമോ പ്രതികൂലമോ ആയ തീരുമാനം ആവശ്യം. ഈ കടമയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും
എല്ലാവർക്കും സാധ്യമല്ല. ദൈവവിളി സ്വീകരിച്ച എല്ലാവരും അത് ഉദാരമായി സ്വീകരിക്കുകയും പിന്തുടരുകയും വേണം. യോഗ്യതയില്ലായിരുന്നുവെങ്കിലും വിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ വിളിയെ അനുധാവനം ചെയ്യുകയും വേണം. ശിഷ്യന്മാർ വിളിക്കപ്പെട്ടത് അവർ താണതനം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. മത്സ്യം പിടിക്കുമ്പോഴും ചുങ്കം പിരിക്കുമ്പോഴും മറ്റു പല താണ ജോലികളിൽ ഏർപ്പെട്ടിരുന്നപ്പോഴുമാണ് വിളി വന്നത്. അതായത് മുൻകൂട്ടി വിളി സ്വീകരിക്കുവാൻ അവർ തയ്യാറായിട്ടില്ലായിരുന്നു. വിളി കേട്ടപ്പോൾ അവർ ഉടനെ വല ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിച്ചു. ഈ അനിവാര്യത പ്രത്യുത്തരത്തിന്റെ പ്രധാന ഘടകം തന്നെ. ഭയത്തോടും വിസ്മയത്തോടും കൂടി മാത്രമേ അവർക്ക് അനുഗമിക്കുവാൻ സാധിച്ചിരുന്നു. ശിമയോൻ പറഞ്ഞു, ഞാൻ ഭാവിയായ മനുഷ്യനാണ്, അതിനാൽ കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇങ്ങനെ ഉറപ്പു നൽകി ശിഷ്യഗണത്തിലേക്ക് സ്വീകരിച്ചു. ലൂക്ക 5:8-10 വരെ, മത്തായി 4:20, മർക്കോസ് 1:16, 2:14. യോഹന്നാനും മുകളിൽ പറഞ്ഞ 5 ഘടകങ്ങൾ തന്നെ വിവരിക്കുകയാണ്. കൂടുതലായി അദ്ദേഹം പറയുന്നത് ദൈവസ്വരം കേൾക്കുവാൻ എല്ലാവർക്കും സാധ്യമല്ല. സത്യത്തിൽ നിന്നുള്ളവന് മാത്രമേ ഈശോയുടെ വിളി കേൾക്കുവാൻ കഴിയൂ. ദൈവത്തിൽ നിന്നുള്ളവന് മാത്രമേ ദൈവസ്വരം കേൾക്കുവാൻ കഴിയൂ. യോഹന്നാൻ 8:37-47. അതായത് പ്രാർത്ഥനയിൽ ദൈവത്തോട് സദാ ഐക്യപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അവരെ വിളിക്കുന്ന സ്വരം കേൾക്കാനാവൂ. ക്രൈസ്തവന്റെ വിളിയെക്കുറിച്ച് ആരംഭത്തിൽ തന്നെ സഭയ്ക്ക് ബോധ്യമുണ്ടായി. പത്രോസിന്റെ ജെറുസലേമിലെ പ്രസംഗത്തിലൂടെ ഇസ്രായേൽ ജനതയെ മുഴുവൻ രക്ഷയിലേക്ക് വിളിക്കുന്നു. ക്രൈസ്തവരെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ എന്ന് അദ്ദേഹം സംബോധന ചെയ്യുന്നു. പൗലോസ് തന്റെ വിളിയെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തിയിരുന്നു. വിളിയിൽ തുടരാൻ ആഹ്വാനം ചെയ്യുന്നു. ക്രൈസ്തവ ജീവിതം ഒരു വിളിയാണ്. വിളി നടക്കുന്നത് അരൂപിയിലത്രേ. അരൂപി തന്നെയാണ് വിളിക്ക് അനുയോജ്യ പ്രത്യുത്തരം നൽകുവാൻ പ്രേരിപ്പിക്കുന്നതും ശക്തനാക്കുന്നതും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ പലതാണ്. ദാനങ്ങളനുസരിച്ച് വിവിധ ദൗത്യങ്ങളിലാണ് വിളിക്കപ്പെട്ടവർ പങ്കുചേരുന്നത്. ഒരേ ആത്മാവിൽ വിളിക്കപ്പെട്ടവരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. ഓരോ ക്രൈസ്തവനും തന്റെ വിളിക്കനുസരിച്ച് പ്രത്യുത്തരം നൽകുവാൻ കടപ്പെട്ടിരിക്കും. പൗരോഹിത്യത്തിലേക്കുള്ള വിളി. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പൗരോഹിത്യത്തിലേക്കുള്ള വിളി പ്രത്യേക വിളിയായി സ്പഷ്ടമായി പ്രതിപാദിക്കുന്നു. ഹെബ്രായർ 5:1-4-6 വരെയുള്ള സഭയിലെ നേതാക്കന്മാരും പുരോഹിതന്മാരും പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണ്. കൈവപ്പിലൂടെ അവർക്ക് ദൈവിക വരം ലഭിക്കുന്നു. പൗലോസ് ശ്ലീഹ തന്റെ വിളിയെ പൗരോഹിത്യത്തിലേക്ക് വിളിയായി കാണുന്നു. സുവിശേഷത്തിലൂടെയാണ് പുതിയ നിയമത്തിൽ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർപ്പിലും പങ്കുപറ്റുന്ന ഓരോ ക്രൈസ്തവനും അവിടുത്തെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. അവരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. സഭ അതിന്റെ സ്വഭാവത്താലെ പ്രേഷിതമാണ്. തൽഫലമായി ഓരോ ക്രൈസ്തവനും തന്റെ വിളിക്കനുസൃതമായ രീതിയിൽ ഏത് ജീവിതാവസ്ഥയിലും പ്രത്യുത്തരം നൽകുക ആണ്. തന്റെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്ക് ഏറ്റവും യോഗ്യമായത് തിരഞ്ഞെടുക്കുവാൻ അവൻ സദാ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കണം. ഏതു വിളിയായാലും അത് ക്രിസ്തുവിന്റെ യുഗാന്ത്യ രക്ഷയിൽ പങ്കുചേരുവാനുള്ള വിളിയാണ്. ഈ രക്ഷയുടെ പന്ഥാവിലേക്ക് മനുഷ്യരെ ആനയിക്കുന്ന ദൗത്യം കൂടി ക്രൈസ്തവരിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. പൗരോഹിത്യ ധർമ്മം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സഭാദൗത്യത്തിൽ പങ്കുചേരുവാൻ കടമയുണ്ട്. എല്ലാവരും സഭാ ശരീരത്തിലെ അവയവമെന്ന നിലയിൽ ശിരസാകുന്ന ക്രിസ്തുവിനെ വാഴ്ത്തുകയും പ്രവാചക ചൈതന്യത്തിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും വേണം. എന്നിരുന്നാലും എല്ലാവരെയും ഒന്നിപ്പിച്ച് ഒരു ശരീരമാക്കാൻ അവരുടെ ഇടയിൽ ഏതാനും ശുശ്രൂഷകരെ നിശ്ചയിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരേ ധർമ്മമല്ല നിർവഹിക്കുവാനുള്ളത്. റോമ 12:4. ഈ നേതൃത്വ ധർമ്മം നിർവഹിക്കുവാൻ എല്ലാ അംഗങ്ങളെയും ഒന്നിപ്പിച്ചു കൂട്ടി ബലി അർപ്പിക്കുവാനും പാപം മോചിക്കുവാനും യേശുവാകുന്ന സഭാ ശരീരത്തിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കുവാനും അധികാരവും ശേഷിയുമുള്ള ചില അംഗങ്ങളും സഭയിൽ ആവശ്യമാണ്. തിരുപ്പട്ടമെന്ന കൂദാശ നൽകി ഈ ചുമതല നിർവഹിക്കുവാൻ പ്രാപ്തരാക്കപ്പെട്ടിരിക്കുന്നത് സഭാധനേരെയാണ്. പുരോഹിത ശുശ്രൂഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ട വൈദിക തിരുപ്പട്ടം വഴി സഭ മെത്രാന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഇതിനെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ ശിരസാകുന്ന ക്രിസ്തുവിന്റെ വ്യക്തിപരമായ ശുശ്രൂഷകൾക്കായി അവരെ വേർപെടുത്തി നിയോഗിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായി മെത്രാന്മാരും അവരുടെ സഹായികളായി പുരോഹിതന്മാരും തിരുപ്പട്ടമെന്ന കൂദാശ വഴി നിയോഗിക്കപ്പെടുന്നു. അവരും ഭൗതിക ശരീരത്തെ പണിതുയർത്തുകയും പൗത്രീകരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന മിശിഹായുടെ അധികാരത്തിൽ പങ്കുചേരുന്നു. അഭിഷേക കർമ്മം വഴി ഒരു പ്രത്യേക ചിഹ്നത്താൽ അല്ലെങ്കിൽ മുദ്രയാൽ അവർ മുദ്രിതരാകുന്നു. അതിനാൽ വൈദികർക്ക് ശിരസായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. സുവിശേഷ പ്രസംഗം വഴി ദൈവജനം വിളിച്ചുകൂട്ടപ്പെടുന്നു. സഭാനാമത്തിൽ ബലിയർപ്പിക്കുവാൻ അവർ
പ്രാപ്തരാകുന്നു. ഈ ശുശ്രൂഷകൾ വഴി പുരോഹിതൻ നേടേണ്ട പുണ്യം തങ്ങളുടെ ജീവിതം വഴി ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് മഹത്വം കൈവരുത്തുകയാണ്. തന്റെ എല്ലാ ശുശ്രൂഷകളിലും പുരോഹിതൻ സാധിക്കേണ്ടത് ഈ ദൈവ മഹത്വമാണ്. വൈദികരുടെ ജീവിതം. സ്വന്തം സഹോദരങ്ങളെ പോലെ വൈദികർ മറ്റുള്ളവരോട് വർത്തിക്കണം. യേശു അങ്ങനെയാണ് ചെയ്തത്. ദൈവജനത്തിൽ നിന്ന് അവർ വേർതിരിക്കപ്പെട്ടത് ജനത്തിൽ നിന്ന് അവർ മാറി നിൽക്കാനല്ല, ശുശ്രൂഷയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാൻ വേണ്ടിയാണ്. സുവിശേഷം പ്രസംഗിക്കുക വഴി അവിശ്വാസികളിലെ വിശ്വാസദൈവം അവർ തെളിയിക്കണം. സ്വന്തം വിജ്ഞാനം പഠിപ്പിക്കുകയല്ല, ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ആത്മപരിവർത്തനത്തിലേക്ക് ആനയിക്കുകയാണ്. കൂദാശകളുടെ പരികർമ്മം മാത്രമല്ല, അവയുടെ അവസരോചിതമായ വിശദീകരണവും വിശ്വാസികൾക്ക് വളരെ ആവശ്യമാണ്. കൂദാശകൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമാണ്. ആരാധനാക്രമത്തിന്റെ അനുഷ്ഠാനം വഴി വൈദികർ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരായിത്തീരുന്നു. ദിവ്യബലിയിൽ കേന്ദ്രീകൃതമായ ക്രൈസ്തവ ജീവിതം കെട്ടിപ്പടുക്കുവാൻ വിശ്വാസികളെ പരിശീലിപ്പിക്കുക മുഖ്യ ധർമ്മമാണ്. പുരോഹിതൻ മെത്രാനുമായും അൽമായ സമൂഹമായും നല്ല ബന്ധം പുലർത്തി സമൂഹത്തെ ഐക്യത്തിന്റെ പ്രതീകമാക്കണം. വൈദികരുടെ ജീവിതം പരിപൂർണതയിലേക്കുള്ള വിളിയാണ്. തന്റെ ത്രിവിധ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക തന്നെയാണ് സ്വയം പരിപൂർണത നേടുവാൻ വൈദികൻ പരിശ്രമിക്കേണ്ടത്. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ പുണ്യങ്ങൾ സ്വയം പാലിച്ചുകൊണ്ടാണ് വൈദികൻ തന്റെ ഗുരുവിനെ അനുകരിക്കേണ്ടത്. ഇതിന് പ്രത്യേകമായ ആത്മീയ കരുതലുകൾ ആവശ്യമാണ്. വിശ്വാസത്തിൽ നിരന്തരം വളരുന്നതിന് ആവശ്യമായ തുടർപഠനം, വായന, ധ്യാനം, പ്രാർത്ഥന എന്നിവ ആവശ്യമാണ്. മിതവ്യയശീലത്തിലൂടെ സാമ്പത്തിക സുരക്ഷിത ഉറപ്പുവരുത്തുവാൻ സാധിക്കും. ക്രിസ്തു സാക്ഷ്യം. ഇടവകളിലും മറ്റു പ്രേക്ഷിത പ്രവർത്തന വേദികളിലും ചെയ്യാവുന്ന വലിയ പ്രേക്ഷിത പ്രവൃത്തിയാണ് യേശുവിന്റെ സാക്ഷികളാകുക എന്നത്. ശിരസായ ക്രിസ്തുവിന്റെ പ്രവർത്തന ശൈലിയും ദൗത്യ നിർവഹണത്തിൽ കാണിച്ച അയച്ചവനോടുള്ള വിശ്വസ്തതയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സാധിക്കുന്നിടത്തോളം ഇത് നിർവഹിക്കുവാൻ ഇടവന്നാൽ അത് സമൂഹത്തിൽ ക്രിസ്തുവിന്റെ വലിയ സാക്ഷ്യമാകും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങളിലും ചൈതന്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ദൈവജനത്തിനും മറ്റുള്ളവർക്കും അത് വലിയ പ്രചോദനമാകും. അതാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം. സമൂഹത്തിലെ വൈദികന്റെ ഇടപെടലുകളെല്ലാം യേശുവിന്റെ മാതൃകയിൽ ആകാൻ സാധിച്ചതില് നമ്മുടെ ഓരോ തലത്തിലുമുള്ള സമ്പർക്കങ്ങളെല്ലാം ഓരോ പ്രേക്ഷിത രംഗങ്ങളാക്കുന്നത് കാണാം. ആത്മാർത്ഥവും സത്യസന്ധവും ക്രിസ്തുവിന്റെ ശൈലിയും ഉള്ളതുമായ ഓരോ സമ്പർക്കവും ഇടപെടലുകളും ധന്യമായ പ്രേക്ഷിത ഫലം പുറപ്പെടുപ്പിക്കുക തന്നെ ചെയ്യും. ഇത്തരം രീതി തന്നെയായിരുന്നു യേശുവിന്റെ പ്രവർത്തന ശൈലിയും. ഇടവക വൈദികരുടെ ഇത്തരത്തിലുള്ള ജീവിത ശൈലിയും സാന്നിധ്യവും സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കും. അപ്പോൾ യേശുവിന്റെ ചൈതന്യമുള്ള പ്രേക്ഷിതർ സംജാതമാകും. നമ്മുടെ സംഘടനകൾ, സ്ഥാപനങ്ങള്, വ്യത്യസ്ത പ്രവർത്തന വേദികളിലെല്ലാം മിഷണറിമാരെ രൂപപ്പെടുത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലുകളാക്കാൻ വൈദികന് സാധിക്കും. പ്രേക്ഷിത രംഗങ്ങളിൽ പ്രവർത്തിക്കുവാൻ അവർക്കുള്ള താല്പര്യം അത് അവരിലുളവാക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തകരുടെ പ്രേക്ഷിതനാകാൻ ഇടവക വൈദികന് സാധിക്കുകയും ചെയ്യും. പ്രേക്ഷിത പ്രവർത്തന ശൈലിയിൽ ചില അപാകതകൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടാകാം. അത്തരം എല്ലാ പ്രേക്ഷിത ശൈലികളും കൗൺസിൽ മുടക്കുന്നുണ്ട്. വിശ്വാസം സ്വീകരിക്കുവാൻ സമ്മർദ്ദം ചെലുത്തുക, അനാശാസ്യമായ തന്ത്രങ്ങൾ കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുകയും കെണിയിൽ കുടുങ്ങുകയും ചെയ്യുക എന്നിവയെല്ലാം സഭ കർശനമായി മുടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം നമ്പർ 13. ക്രൈസ്തവ സമൂഹത്തിന്റെ രൂപവൽക്കരണം. ഇടവക സമൂഹത്തിൽ വൈദികന്റെ ശുശ്രൂഷ വഴി ഇടവക ജനത്തെ ദൈവത്തിന്റെ സഹപ്രവർത്തകരായ പ്രേക്ഷിതരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ വിളിക്കൊത്തവിധം വ്യാപരിക്കുകയും ദൈവം ഭരമേൽപ്പിച്ച പൗരോഹിത്യപരവും പ്രവചനപരവും രാജകീയവുമായ കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ സമൂഹത്തെ കരുപിടിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ദൈവവചനത്താൽ അനുസ്യൂതം പോഷിപ്പിക്കപ്പെടുന്ന ഈ ജനം ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന സർവോപരി സ്നേഹത്തിൽ ചരിക്കുകയും അപ്പസ്തോലിക ചൈതന്യത്താൽ എരിയുകയും ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം നമ്പർ 15. ഈ പ്രവർത്തനത്തിന് ഇടവകയിലെ സന്യസ്തരും മതാധ്യാപകരും ഭക്തസംഘടനാ ഭാരവാഹികളും വികാരിക്കൊപ്പം പ്രവർത്തിക്കുവാൻ തയ്യാറാകും. സഭയുടെ പ്രഥമ ദൗത്യമാകുന്ന പ്രേക്ഷിത ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുക എല്ലാ അജപാലന പ്രവർത്തനങ്ങളുടെയും മുഖ്യ ലക്ഷ്യമാണെന്ന അവബോധം അവർക്ക് നൽകുവാൻ സാധിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ഈ ലക്ഷ്യം നേടിത്തരുക തന്നെ ചെയ്യും. പ്രാദേശിക സഭകളിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ തോതനുസരിച്ച് പ്രേക്ഷിത രംഗങ്ങളിലേക്ക് മിഷനറി പ്രവർത്തകരെ ലഭ്യമാക്കുക. സർവോപരി മെത്രാന്മാരുടെ സംഘങ്ങൾ ഏകമനസ്സോടും പൊതുവായി ആലോചിച്ചും സഭയുടെ പ്രേക്ഷിത ദൗത്യം ഫലപ്രദമായി നടപ്പിലാക്കത്തക്ക
ഉണ്ടാകത്തക്ക വിധം പരസ്പര ഐക്യത്തിൽ പ്രവർത്തിക്കുക സർവ്വദാ ആവശ്യമാണ്. പ്രേക്ഷിത രംഗങ്ങൾ. പ്രേക്ഷിത വേലയ്ക്കായി നിയോഗിക്കപ്പെടുകയോ സന്നദ്ധരായി പോവുകയോ ചെയ്യുന്നവർ അതിനായി ആവശ്യമായ ഒരുക്കത്തോടും പ്രവർത്തന ശൈലിയുടെ മെയ്വഴക്കത്തോടും സർവോപരി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരും ആയിരിക്കുക അത്യാവശ്യമാണ്. അവഗാഹം ഇല്ലാതെ പ്രേക്ഷിതാവേശം മാത്രമായി പ്രവർത്തനങ്ങളിൽ മുഴുകിയാൽ ഭാരതം പോലുള്ള രാജ്യത്തെ വിജയം വരിക്കുവാൻ കഷ്ടപ്പെടേണ്ടി വരും. പ്രദേശത്തെ സംസ്കാരവും ഭാഷയും രാഷ്ട്രീയ സാമുദായിക അന്തരീക്ഷങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള അരൂപിയുടെ സഹായത്താലും നിയന്ത്രണത്തിലുമുള്ള ശുശ്രൂഷയെ വിജയിക്കുകയുള്ളൂ എന്ന ബോധ്യം മിഷണറി ശുശ്രൂഷയിൽ അത്യാവശ്യമാണ്. യേശുവിന് വേണ്ടി അവിടുത്തെ അനുഗ്രഹത്തിന് ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങൾ യേശു തന്റെ കൃപയുടെ അടയാളത്താൽ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വിജയമല്ല, അയച്ചവന്റെ വിജയം മാത്രം. വിലമതിക്കുന്നവരെ ദൈവം തുണയ്ക്കും. മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഒന്നിച്ചുകൂടുകയും പരസ്പരം അനുഭവങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച് ശക്തി സംഭരിക്കുകയും വേണം. ഓരോ പ്രദേശത്തിനും യോജിച്ച രീതികൾ അവലംബിക്കുവാനും സഭയുടെ നാമത്തിലും ഹൈറാർക്കിയുടെ നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായും പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം. പ്രേക്ഷിത പ്രവർത്തനം നമ്പർ 27. പ്രേക്ഷിത പ്രവർത്തനത്തിൽ തന്നെ അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നതിനും ഫലപ്രാപ്തി നേടുന്നതിനും എല്ലാ പ്രേക്ഷിത പ്രവർത്തകർക്കും ഒരു ഹൃദയവും ഒരാത്മാവും അത്രേ ഉണ്ടായിരിക്കേണ്ടത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32. സ്നേഹം ഐക്യത്തിൽ കലാശിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്.